പരിശുദ്ധ റമദാൻ വ്രതത്തിൻ്റെ നാളുകളാണ് ഇനി ആരംഭിക്കുവാൻ പോകുന്നത്. റമദാൻ വ്രതമെടുക്കുന്ന പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഒരു പ്രമേഹ രോഗി ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം റമദാൻ വ്രത സമയത്ത് എന്നുള്ളതാണ്. റമദാൻ വ്രതം 30 ദിവസം നീണ്ടു നിൽക്കുന്ന റമദാൻ വ്രതം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭക്ഷണ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് വരുന്നത്. പ്രമേഹ രോഗം ഇല്ലാത്തൊരു വ്യക്തി കഴിക്കുന്നത് 3 പ്രധാന ഭക്ഷണ രീതിയാണെങ്കിൽ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം അത് 4, 5, 6 തവണയായിട്ടായിരിക്കും ഭക്ഷണം കഴിക്കേണ്ടത്. അതായത് സ്പ്ലിറ്റ് മീൽസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. കഴിക്കുന്ന സമയം വളരെ കുറച്ച് ക്വാണ്ടിറ്റി, പക്ഷേ കൂടുതൽ നേരം അല്ലെങ്കിൽ കൂടുതൽ തവണയായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ റമദാൻ വ്രതക്കാലം നമുക്ക് 15-16 മണിക്കൂർ ജലപാനീയം പോലും ഇല്ലാതിരിക്കുന്ന ഒരവസരത്തിൽ വ്രതത്തിൻ്റെ നാളുകളാണ്. ബാക്കിയുള്ള സമയത്തായിരിക്കും നമ്മൾ ഭക്ഷണം നമുക്ക് കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 2 പ്രധാന ഭക്ഷണവും ഒരു ലഘുഭക്ഷണവുമായിരിക്കും സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് കഴിക്കുവാൻ കഴിയുന്നത്. പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർബന്ധമായും പാലിക്കേണ്ടതാണ്. റമദാൻ വ്രതത്തിൻ്റെ 2 പ്രധാന ഭക്ഷണ ക്രമം എന്ന് പറയുന്നത്, ഒന്ന് വെളുപ്പിനെ സൂര്യ ഉദിക്കുന്നതിന് മുമ്പുള്ള സുഹർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇടയത്താഴമെന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന ഒരു ഭക്ഷണ സമയവും, സന്ധ്യാസമയം നോയമ്പ് തുറയോടനുബന്ധിച്ച് അല്ലെങ്കിൽ നോയമ്പ് തുറക്കുന്ന സമയത്ത് സന്ധ്യാസമയത്ത് നമ്മൾ ഇഫ്താർ എന്ന് വിളിക്കുന്ന നോമ്പ് തുറയുമായിരിക്കാം 2 പ്രധാന ഭക്ഷണം. ഇതോടൊപ്പം കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്ന ഒരു ലഘുഭക്ഷണം. ഈ 3 രീതിയിലാണ്, ഈ 3 സമയമായിരിക്കാം ഒരു വ്യക്തി റമദാൻ വ്രത സമയത്ത് അല്ലെങ്കിൽ റമദാൻ വ്രതക്കാലം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ. സുഹർ അല്ലെങ്കിൽ ഇടയത്താഴം അനുവദിച്ചിരിക്കുന്ന സമയത്തിൻ്റെ എത്രത്തോളം നീട്ടിക്കൊണ്ട് പോകാൻ കഴിയുമോ, അതായത് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമായിരിക്കണം. ഉദാഹരണത്തിന് 4 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ 4:15, 4:30. ഞാനൊരു സമയമല്ല പറയുന്നത്, നിങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ഞാൻ സമയം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ കഴിവതും ഇടയത്താഴം എത്രത്തോളം താമസിച്ച് കഴിക്കാൻ കഴിയുമോ അത്രത്തോളം താമസിച്ച് കഴിക്കുക. ഇടയത്താഴത്തിന് കഴിക്കുന്നത് വയറിന് അസ്വസ്ഥത ഇല്ലാത്തതും നാരുകൾ കൂടുതൽ അടങ്ങിയതും ഫൈബർ കൂടുതൽ അടങ്ങിയതുമായിട്ടുള്ള ആഹാരമായിരിക്കണം ഇടയത്താഴത്തിന് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം. ഇതെല്ലാം ശ്രദ്ധിക്കുക. പ്രമേഹ രോഗിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് റമദാൻ വ്രതം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല ഇത്, പ്രമേഹ രോഗികൾക്ക് മാത്രമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വയറിന് അസ്വസ്ഥത ഇല്ലാത്തതും നാരുകൾ കൂടുതൽ അടങ്ങിയതുമായിട്ടുള്ള അല്ലെങ്കിൽ സാവധാനം ദഹിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാവധാനം ദഹിക്കുന്ന, ഉദാഹരണത്തിന് ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് അല്ലെങ്കിൽ പൊറോട്ട പോലുള്ള ആഹാരം പ്രമേഹ രോഗികൾ വെളുപ്പിന് അല്ലെങ്കിൽ ഇടയത്താഴ സമയത്ത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വെണ്ണ, നെയ്യ്, ചീസ് തുടങ്ങിയവ അല്ലെങ്കിൽ നമ്മുടെ സോസ് അല്ലെങ്കിൽ നമ്മുടെ സ്പൈസസ്, മസാല കൂടിയ ആഹാര സാധനങ്ങൾ ഇതെല്ലാം പരമാവധി ഒഴിവാക്കേണ്ടതോ കുറയ്ക്കേണ്ടതാണ്. ഇതോടൊപ്പം ഇടയത്താഴം കഴിച്ച ശേഷം ഒരു ചെറുപഴമോ അല്ലെങ്കിൽ ഒരു പകുതി ആപ്പിളോ അല്ലെങ്കിൽ ഓറഞ്ചോ അല്ലെങ്കിൽ എന്താണോ ഫ്രൂട്ട്സ് അതിൻ്റെ പകുതി ആപ്പിളോ ഓറഞ്ചോ ഭക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം 1 ഗ്ലാസ് മധുരം ചേർക്കാത്ത പഴച്ചാറും കുടിക്കേണ്ടതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇടയത്താഴം കഴിക്കുക. ഇടയത്താഴം കഴിച്ച ശേഷം ഒരു ചെറുപഴമോ പകുതി ആപ്പിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കേണ്ടതാണ്. ഇതോടൊപ്പം മധുരമില്ലാത്തൊരു പഴച്ചാറ്, നമ്മുടെ അധികം രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് വർദ്ധിപ്പിക്കാത്ത പഴച്ചാറ് നമുക്ക് കഴിക്കേണ്ടതാണ്. ഇടയത്താഴത്തിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് സന്ധ്യാസമയത്തുള്ള നോമ്പ് തുറ അല്ലെങ്കിൽ ഇഫ്താർ നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഒരു കാരണവശാലും നോയമ്പ് തുറക്കുന്നത് നമ്മൾ ഇത്രയും 15-16 മണിക്കൂർ ആഹാരമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസരത്തിൽ പെട്ടെന്ന് ഒരുപാട് ആഹാരം അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റിയുള്ള ആഹാരം ഒരുമിച്ച് കഴിക്കാതെ നോയമ്പ് തുറക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള ലഘുഭക്ഷണത്തോടു കൂടി നമ്മൾ നോമ്പ് തുറക്കേണ്ടതാണ്. 1 ഗ്ലാസ് മധുരമില്ലാത്ത പഴച്ചാറ് കൊണ്ട് നോമ്പ് തുറക്കുന്നതായിരിക്കാം ഉത്തമം. അതോടൊപ്പം ഫ്രൂട്ട്സിൻ്റെ കട്ട് ഫ്രൂട്ട്സോ നമ്മുടെ ഈത്തപ്പഴം, നമുക്കറിയാം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ സുന്നത്തിൻ്റെ ഭാഗമായിട്ട് ഈത്തപ്പഴം കഴിക്കാറുണ്ട്. ഈത്തപ്പഴം അവർക്ക് 1-2 ഈത്തപ്പഴം കഴിക്കാവുന്നതാണ്. അതോടൊപ്പം കട്ട് ഫ്രൂട്ട്സ്, നമ്മുടെ ആപ്പിളോ പേരയ്ക്കയോ പപ്പയോ അത്തരം ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നോയമ്പ് തുറന്ന ശേഷം നമസ്കരിക്കാൻ പോയി തിരിച്ചു വന്ന് 10 മിനിറ്റ് വിശ്രമിച്ചിട്ടായിരിക്കണം പ്രധാന ഭക്ഷണം കഴിക്കേണ്ടത്. കഴിവതും ഇടിയപ്പം അല്ലെങ്കിൽ അരിപ്പത്തിരി അല്ലെങ്കിൽ പാലട തുടങ്ങിയ വയറിന് അസ്വസ്ഥതയില്ലാത്ത, ഞാൻ ഈ 1-2 ആഹാരം പറഞ്ഞത് അത് തന്നെ കഴിക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. പൊറോട്ടയോ അല്ലെങ്കിൽ ബിരിയാണിയോ പോലുള്ള ആഹാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത്തരം ആഹാരം കഴിക്കുക. അധികം എരിവോ പുളിയോ മസാലയോ ഇല്ലാത്ത കറികൾ കഴിക്കുവാൻ കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും.
നമ്മൾ നോയമ്പ് തുറന്നതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് മധുരമില്ലാത്ത പഴച്ചാർ നമുക്ക് കഴിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ പ്രാർത്ഥനകളുടെ സമയമാണ്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമസ്കാരത്തിനൊക്കെ ശേഷം തിരിച്ചു വന്നതിന് ശേഷം രാത്രി കിടക്കാൻ നേരം ഒരു കപ്പ് ഓട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ, നിങ്ങൾക്ക് ഈവൻ വീണ്ടും നമ്മുടെ പഴച്ചാറ് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, പക്ഷേ അതിനേക്കാളും ഒരു കപ്പ് ഓട്സോ ഫ്രൂട്ട്സോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇൻസുലിൻ എടുക്കുന്ന രോഗികൾ, പ്രത്യേകിച്ച് ഔഷധങ്ങൾ, പ്രമേഹ രോഗത്തിൻ്റെ ഔഷധങ്ങൾ കഴിക്കുന്ന രോഗികൾ ഒരു കാരണവശാലും രാത്രി സമയത്ത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒന്നും കഴിക്കാതെ പോകുന്ന ഒരു രീതി റമദാൻ വ്രതക്കാലത്ത് ഉണ്ടാകാൻ പാടുള്ളതല്ല.